ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്നൊരു കിടിലൻ ഷേക്ക് തയ്യാറാക്കിയാൽ ഒരു പഴവും കുറച്ച് പാൽപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് കിടിലനായിട്ടുള്ളൊരു ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വിരുന്നുകാരൻ്റെ മുമ്പിലൊക്കെ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയൊരു ഷേക്കാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നത് ഏത്തപ്പഴമാണ്. അപ്പോൾ ഇതാ ഒരു ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഒരു 2 സ്പൂൺ പാൽപ്പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതാ ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. 5 രൂപയുടെ 2 കവർ ബൂസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതാ കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഐസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതിൽ മധുരമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ബൂസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പാൽപ്പൊടിയുടെയൊക്കെ നല്ല മധുരം കാണും. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റിക്കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഷേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുത്ത് ഇനി നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കടിക്കാനൊക്കെ കിട്ടും ആ നട്ട്സ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.